ഹലോ ചക്കരകളെ, എന്നാണ്ട് വിശേഷം? സുഖം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന? എന്നോട് കുറേ പേര് ചോദിച്ചു, കഴിഞ്ഞ ദിവസം മരിച്ച ഷൈനിയില്ല, 2 കുട്ടികളായിട്ട് ആത്മഹത്യ ചെയ്ത. അതുകൊണ്ട് ഞാനത് ഓർത്ത് ചെയ്യുമായിരുന്നു. ആ കുട്ടികളുമായിട്ട് മരിച്ചിട്ട് സിംഗിൾ എത്ര പേര് സിംഗിളുടെ വീഡിയോ കാണുന്നതാണ്. സിംഗിൾ എന്താ ഒരു അഭിപ്രായവും പറയാഞ്ഞത്? ഏതോ ഒരു വീഡിയോയിൽ 1-2 വരികളിലൂടെ ഞാനിങ്ങനെ പറഞ്ഞു പോയി, അല്ലാതെ അതേക്കുറിച്ച് പ്രത്യേകിച്ച് അതെടുത്തൊരു വീഡിയോ ചെയ്യുന്ന എൻ്റെ പിന്നെ യൂട്യൂബ് നോക്കിയിട്ട് കംപ്ലീറ്റും പേര് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുകയാണ്. എനിക്ക് സത്യം പറയല്ലോ, ഒരാളുകളെ അനുകരിച്ച് വീഡിയോ ചെയ്യുന്നതിനോട് താല്പര്യമേ ഇല്ല. ഇപ്പം എൻ്റെ വീഡിയോ തന്നെ എൻ്റെ കൂടെ ഇരിക്കുന്നവർ എന്നെ കണ്ടുവെച്ചാൽ അതേപോലെ അനുകരിക്കുന്ന എനിക്ക് അത്ഭുതം തോന്നും. എനിക്കതൊരു നാണക്കേട് പോലെ തോന്നുന്നു സത്യമായിട്ട്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കാര്യം. അനുകരിക്കുക അന്നോളം കാണുന്ന ഒരാളല്ല, ഫസ്റ്റായിട്ട് കോപ്പി ചെയ്ത് അനുകരിക്കുന്നത്. എനിക്കങ്ങനെ അനുകരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത്. സത്യം. നമ്മൾക്ക് നമ്മുടെ ഉള്ളിലെ കഴിവുകൾ വേണം നമ്മൾ പുറത്തെടുക്കാൻ, അല്ലെ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ വേണം പുറത്തെടുക്കാൻ. ഇതിലാണ് എനിക്ക് താല്പര്യം. അതല്ലാതെ ഒരാളെ അതേപോലെ കോപ്പി അടിക്കുന്നതില്ല, ഒരാൾ പറയുന്ന അതേപോലെ വന്ന് പറയുന്നതില്ല, അങ്ങനെ ഒരു റീച്ച് ഉണ്ടാക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപൂർവ ചില കാര്യങ്ങൾ മാത്രം അത്ര അത്യന്താപേക്ഷിതമാണെങ്കിൽ ഇങ്ങനെ പരക്കെ എല്ലാവരും പറഞ്ഞൊരു കാര്യമായിട്ട് ഞാനകത്ത് വരത്തുള്ളൂ. ഇപ്പം നിങ്ങളെല്ലാം മനസ്സിലാക്കിയില്ലേ? എങ്കിലും ഞാൻ എന്നോട് ഒരു വീട്ടമ്മേനോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് പറ. ഒത്തിരി പേര് എന്നോട് ചോദിച്ച് അതിനൊരു ആൻസർ പറയുകയാണ്. ഒരിക്കലും നിങ്ങളിൽ പലരും ഷൈനിമാരായിട്ടുള്ളവരുണ്ട്. ഈ പറഞ്ഞ ഞാനും ഷൈനി അനുഭവിച്ചൊരു കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നൊരു സ്ത്രീയാണ് ഞാൻ. അതെന്തുകൊണ്ടെന്നറിയാം ഷൈനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്? നല്ലൊരു സുഹൃത്തില്ലാഞ്ഞതുകൊണ്ട്. ആദ്യത്തെ കാര്യം അതാണ്. നമുക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങളില്ലാഞ്ഞത് കൊണ്ടാണ്. അല്ലേ നമുക്ക് ആത്മധൈര്യം ഇല്ലാഞ്ഞിട്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. മരിക്കാൻ ആത്മധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യം കാണിച്ചാൽ മതി ജീവിക്കാൻ. അതിൻ്റെ അത്രയും വേണ്ട നമുക്ക്, അല്ലേ? ഇപ്പോൾ എത്തൊക്കെ ഞാൻ അനുഭവിച്ചത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇത്രയും വിദ്യാഭ്യാസമുള്ള സ്ത്രീ, അല്ലേ? അപ്പം അവർ സ്വർണ്ണാഭരണങ്ങൾ വരെ ഉണ്ടായിരുന്നത് അവിടെ വെച്ചിട്ടാണ് പോകുന്നൊക്കെ പറയുന്നത് കേട്ട്. അവിടെ വെച്ചിട്ടാണ് പോയെന്ന് പറയുന്നത്. നമ്മളൊക്കെ സീറോയിൽ നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് പറയാനുള്ള കാര്യം എന്നറിയാവാ, നല്ല സുഹൃത്ത് ബന്ധങ്ങളില്ലാഞ്ഞിട്ടാണ്. മാതാപിതാക്കൾ കല്യാണം കഴിച്ച് വിട്ടാൽ നമ്മുടെയൊക്കെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ തലേന്ന് ആ ഭാരം ഒഴിഞ്ഞു, ഇനി റിട്ടേൺ ആ ഭാരം എടുക്കാൻ നമ്മൾ തയ്യാറല്ല, ഇനി പറ്റില്ല എന്നൊരു മൈൻഡാണ് കൂടുതലും പേർക്കുള്ളത്, അല്ലേ? ശരിയാണോ? അല്ലേ? കൂടുതലും പേർക്ക് ഇനി പറ്റില്ല, മക്കളിനി തിരിച്ചു വന്നാൽ ഞങ്ങൾ നോക്കത്തില്ലെന്നൊരു മനോഭാവമാണ് എല്ലാവർക്കും ഉള്ളത്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. മക്കൾ പിന്നെ ശല്യവും ബാധ്യതയാണ് വന്ന് നിന്ന് കഴിഞ്ഞാൽ. ആദ്യം പറയേണ്ടത് ഷൈനിക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, അതായത് പോസിറ്റീവ് എനർജി കൊടുക്കുന്ന സുഹൃത്ത് ബന്ധങ്ങളില്ല. ഞാൻ ഈ പറഞ്ഞ നിങ്ങളും ഒക്കെ ആദ്യം സമ്പാദിക്കേണ്ടത് സുഹൃത്ത് ബന്ധം തന്നെയാണ്. നല്ല സുഹൃത്തുക്കളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മാർഗവും വഴിയും പറഞ്ഞു തരും, നമുക്കൊരു ഹെൽപ്പ് ആയിരിക്കും അവരപ്പോൾ. ഞാൻ എൻ്റെ ജീവിതയാത്രയിലുടനീളം നല്ല സുഹൃത്തുക്കൾ 1-2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർ നല്ലതായിരുന്നു, എനിക്കൊരു പ്രചോദനം തരുന്നവരായിരുന്നു. അപ്പം എന്നെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നവരായിരുന്നു. അതൊക്കെ കൊണ്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ, അതുകൊണ്ട് എനിക്ക് സുഹൃത്തുക്കൾ, ബന്ധുക്കളോ ആൾക്കാരോ ഒന്നുമില്ലായിരുന്നു, ആരും ഇല്ലായിരുന്നു. അപ്പോൾ ദൈവമായിട്ട് അങ്ങനെ. പിന്നെ അതൊന്ന് ഞാൻ പറയാം, ഷൈനിക്ക് സുഹൃത്ത് ബന്ധങ്ങളില്ലാഞ്ഞത് കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുക. പിന്നത്തെ ഒരു കാര്യം, നല്ലൊരു ആത്മീയതയുടെ കുറവുണ്ടായിരുന്നു ശരിക്കുള്ളവർ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഷൈനിയെ പോലെ അനേകം പേര് ഇതിനകത്ത് കാണും. ഇങ്ങനത്തെ ഒരു ജീവിതത്തിൽ ഫേസ് ചെയ്യുന്നവർ കാണും. അവരോട് എനിക്ക് പറഞ്ഞു തരാനുള്ള കാര്യം, നിങ്ങൾ ആത്മീയതയാണ് ബേസിക്. പിന്നെ നല്ല സുഹൃത്ത്, നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മുടെ ചെവി തിന്നുന്നവരും, നമ്മൾ വലുതാകുന്നത് അസ്വസ്ഥതപ്പെടുന്നവരും, അവർക്കും നമ്മുടെ ഒപ്പം ആകണം, നമ്മളിൽ വലിയ ആളാകണം എന്നും പറഞ്ഞ് കൂടെ നിൽക്കുന്നവർ ഒരിക്കലും നമ്മുടെ കൂടെ കൂട്ടരുത്. നമ്മളെ കണ്ട് അതേപോലെ കോപ്പി ചെയ്യുന്നവർ, അതൊക്കെ നമ്മുടെ ശത്രുക്കളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാറിൽ ഞാനൊരു സ്ഥലത്ത് പോയി, എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് അവരെന്തോ അവരുടേതായ ഒരു ജീവിതം, അവരുടെ നേട്ടത്തിന് വേണ്ടി ഒരു കാര്യത്തിന് അവരെന്നെ യൂസ് ചെയ്യാൻ നോക്കി. അപ്പം ഞാൻ അതിൽ നിന്ന് വ്യതിചലിച്ച് പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം എനിക്ക് എൻ്റേതായ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു ഇല്ല, പറ്റില്ലെന്നൊരു കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കടയിൽ ഇറങ്ങി, ഒരു കാറിലിരിക്കുകയും ഞാൻ പുറത്തിറങ്ങി. എൻ്റെ കാർ ഞാൻ വിളിച്ച ടാക്സി കാറിൽ ഞാൻ അവരെ ഭക്ഷണവും കൊടുത്ത് ഞാൻ അവരെ സന്തോഷത്തോടെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവരതിനകത്ത് ചെയ്ത പണി എന്ന് പറയുമ്പോൾ, ആ കാറിലിരുന്ന് എൻ്റെ കുറ്റം പറഞ്ഞു ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ. ആ ടാക്സിക്കാരൻ ഇവർ പോയി കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഇവരെ ഞാൻ ഇറക്കേണ്ട ഒരു സ്ഥലത്ത് ഇറക്കി വിട്ടിട്ട് ഞാൻ തിരിച്ച് വിട്ട് വരുമ്പോൾ, ചേച്ചി ഇന്ന പോലെ അവർ കാറിലിരുന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. പക്ഷേ ഞാനത് അവരോട് കാണിച്ചിട്ടില്ല.
അവർക്കത് അറിയത്തുമില്ല എനിക്കത് മനസ്സിലായെന്ന്. ഞാനോട് കൂട്ടിച്ചോദിക്കുക അല്ലെങ്കിൽ വഴക്കിടുമെന്ന് ഞാൻ ഈ ചെവി കൊണ്ട് ചേച്ചിനെ വിട്ടേച്ച്. നമ്മളിതൊക്കെ പലതും പല അനുഭവങ്ങളിലൂടെ വന്നിട്ടുള്ളത്, അതുകൊണ്ട് എനിക്കത് വിഷയമല്ല. ഞാനതേക്കുറിച്ച് തല ഉണ്ടാക്കുന്നില്ല. നമുക്ക് നമ്മുടേതായ കഴിവുണ്ട്, നമുക്കായിട്ടൊരു സ്പേസ് നമുക്ക് തമ്പുരാൻ തന്നിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഉയരാൻ നോക്കുക. നമ്മളെ അങ്ങനെയുള്ള നെഗറ്റീവൊക്കെ നമ്മളെ താഴത്തോട്ട് കൊണ്ടുപോകത്തേ ഉള്ളൂ. നമ്മളതേക്കുറിച്ച് ചിന്തിച്ചിരുന്നാൽ നമ്മുടെ മൈൻഡ്, നിങ്ങൾ ആലോചിച്ച്, നിങ്ങളാണ് നമ്മൾ വിളിച്ചുകൊണ്ട് ഒരു ഫ്രണ്ട് നമ്മുടെ കുറ്റം നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ടാക്സി ഡ്രൈവറല്ലേ, അയാളെ എനിക്ക് പരിചയമില്ല, യൂബറിൽ അപ്പം കോൾ ചെയ്ത് വിളിച്ച കോൾ ഡ്രൈവറാണെന്ന് ഓർത്ത്. അതുകൊണ്ട് ഇവർ ഓർത്തില്ല അയാൾക്ക് എന്നെ പരിചയമുണ്ട്. അയാൾക്ക് എന്നെ പരിചയമുള്ളതുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞു തന്നു. ഇറങ്ങി ഉടനെ പറഞ്ഞു, ചേച്ചി ഇന്ന പോലെ അവർ പറഞ്ഞു ചേച്ചി, ചേച്ചി അവരുടെ കൂടെ ഒന്നും സഹകരിക്കില്ലാണ്, ചേച്ചിയുടെ അവർക്ക് യാതൊരു സ്നേഹവും ഇല്ലെന്ന് പറഞ്ഞ്. പക്ഷേ ഞാനത് കാര്യമാക്കുന്നില്ല. ഈ ചെവി കൊണ്ടത് കേട്ടിട്ട് ഞാൻ അവരെ മനസ്സിലാക്കി. പക്ഷേ ഈ ചെവി കൊണ്ട് ഞാൻ കളഞ്ഞു. എൻ്റെ മനസ്സിലേക്ക് ഞാനത് എടുത്തില്ല. കാരണം അവരുടെ ആ ക്യാരക്ടർ ഞാനെന്നല്ല ഒടേ തമ്പുരാൻ വിചാരിച്ചാലും മാറത്തില്ല. അവർ കുഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കും അല്ലേ, സ്വന്തമായിട്ട് അവർ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുക. ഞാനിതൊന്നും അറിയുന്നില്ല. എനിക്ക് ഒന്നിനും കുഴപ്പമില്ല, എൻ്റെ തമ്പുരാൻ എന്നെ നോക്കുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥനയും കൊണ്ടും എൻ്റെ എല്ലാം കൊണ്ടും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ജീവിതത്തിൽ എവിടെയും ബ്ലോക്ക് ആകുന്നില്ല. എങ്ങനെയെങ്കിലും തമ്പുരാൻ്റെ സഹായം കൊണ്ട് ജീവിച്ചങ്ങോട്ട് പോവുകയാണ്. മനസ്സിലായി? ഞാൻ മറ്റുള്ളവരെ അനുകരിക്കുന്നില്ല. ആരെങ്കിലും അനുകരിച്ചെന്ന് പറയാൻ പറ്റുമോ? അനുകരിക്കുന്നത് എന്നെ കണ്ട ഒരിക്കലും പറഞ്ഞു. ഞാൻ എൻ്റെ കഥകളുമായി എൻ്റെ ജീവിതവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധ എനിക്ക് തന്നെ അറിയാമല്ലോ. ഷൈനി എന്ന് പറഞ്ഞ കുട്ടിയുടെ സംഭവം എന്ന് വെച്ചാൽ മാതാപിതാക്കളുടെ സപ്പോർട്ടില്ല. അപ്പോൾ അവളുടെ വിചാരം ഒന്നെങ്കിൽ ഭർത്താവിൻ്റെ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സപ്പോർട്ട് വേണം, എങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ആ കുട്ടി ആ ഷൈനി മനസ്സിൽ വിചാരിച്ച് വെച്ചിരുന്നത്. എനിക്ക് നിങ്ങളോടും പറയേണ്ടത്, മാതാപിതാക്കൾ തള്ളിക്കളഞ്ഞാലും ജീവിത പങ്കാളി തള്ളിക്കളഞ്ഞാലും മരിക്കരുത്. നമുക്ക് ജീവിക്കാൻ ഈ ഭൂമുഖത്ത് ദൈവം എല്ലാം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ കുട്ടി, അവൾ BSc നേഴ്സുമായിരുന്നു. കുട്ടിയെന്ന് എൻ്റെ വയറിന് ഷൈനി BSc നേഴ്സുമായിരുന്നു. ചിന്തിച്ച് നോക്ക്. ഇങ്ങോട്ട് ജനറൽ നേഴ്സിംഗ് എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കയറി നിൽക്കാം. ഒരു വാതിലടഞ്ഞാൽ അനേകം 10 വാതിലടഞ്ഞാലും ഇനിയും വാതിലുകളുണ്ട്. അതിനുള്ള പ്രായവും സമയവും എല്ലാം ഉണ്ടായിരുന്നു. ചെയ്തത് അവിവേകമായി പോയെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒറ്റയടിക്ക് തോന്നിയ ഒരു നിമിഷത്തെ വികാരം കൊണ്ട് ചെയ്തു പോയതാണ്. ആ കുട്ടികളെ അങ്ങനെ ആത്മഹത്യ പാപമാണെന്ന് തന്നെ ഞാൻ പറയും. നമുക്ക് കിട്ടിയിരിക്കുന്ന ഭൂമിയിൽ വിലപ്പെട്ട ജീവിതം നശിപ്പിച്ച് കളഞ്ഞത് തെറ്റായിപ്പോയെന്നേ പറയത്തുള്ളൂ. പക്ഷെ അതിന് സാഹചര്യം ഒരുക്കിയ, അതായത് ഞാൻ ഈ പറഞ്ഞ കണക്ക് ചുറ്റുപാടുകൾ, മാതാപിതാക്കളുടെ സംസാരമൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടു. ഞാൻ പിന്നെ അതേക്കുറിച്ച് ഒരുപാട് യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ട്. താഴെയൊക്കെ ഞാൻ ചിലതിലൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. നല്ലതിന് ഞാൻ കമൻറ്റ്, എനിക്ക് സമ്മതമുള്ള കാര്യങ്ങൾക്ക് ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. കാരണം ശരിയാണ്, ആ മാതാപിതാക്കൾ, ആ അച്ഛനൊക്കെ ആ കുട്ടിയുടെ അച്ഛനൊക്കെ വെറും പഴയ ഒരു എന്താ പറയുക, കാലം പോകുന്ന ഒന്നും അറിയാത്ത ഒരു റൂഡായിട്ടുള്ള കാർന്നൂര്. അങ്ങേരൊക്കെ ഒരു മനസാക്ഷിയും കാണാൻ, ആ കുഞ്ഞുങ്ങളും അവരും കൂടെ ഭക്ഷണം കഴിക്കാൻ പോലും മോശമായിട്ടും ഹൃദയവേദന ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ സത്യമാണെങ്കിൽ അതൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, പുഴുത്ത ജന്മം എന്ന് പറയാം നമുക്കല്ലേ. അങ്ങനത്തെ ജന്മങ്ങളായിട്ട് അങ്ങനെയൊക്കെ പറയുന്നത്. ഈ ഭൂമിയിൽ അനാവശ്യ ചില ജന്മങ്ങൾ ഉണ്ടാവുമല്ലോ, അതുപോലത്തെ ഒരു പിതാവും മാതാവും ഒക്കെയാണ് അവർക്കുണ്ടായെന്ന് നമ്മൾ പറയും. പക്കായിട്ട് ഞാൻ പറയുവാണ്. അത് പറയണക്ക് ഭർത്താവെന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് 2 പെൺമക്കളുമായിട്ട് ഭാര്യ തിരിച്ചു പോകുമ്പോൾ ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണൻ കൊണ്ട് നിൽക്കുന്ന അവനെയൊക്കെ എന്ത് പറയാനാണ് അല്ലേ. നമുക്ക് വായിൽ നല്ല വാക്ക് പറയാനില്ല. അപ്പോൾ ഏറ്റവും അധമ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അവർ. ഇവരുടെയൊക്കെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണമായിരുന്നു. ജീവിച്ച് കാണിച്ചു കൊടുക്കാതെ ഷൈനി ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയും. പിന്നെ ഈ പറഞ്ഞ കണക്ക് നല്ലൊരു ആത്മീയത മനസ്സിലില്ലായിരുന്നു. നമ്മൾ എപ്പോഴും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ തകർന്നു അല്ലെങ്കിൽ നമ്മൾ തകരാൻ പോകണമെന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിനെ അങ്ങനെ താഴ്ത്തോട്ട് ഇനി എന്ത് ചെയ്യും, അയ്യോ ഭർത്താവില്ല, അയ്യോ വീട്ടുകാരില്ല, ഞാനെങ്ങനെ ജീവിക്കും, ഞാൻ രക്ഷപ്പെടും, ഈ മൈൻഡ് പാടില്ല. ഈ പ്രപഞ്ചം മുഴുവൻ കാക്കുന്ന ഈ തമ്പുരാൻ ആണ് നമ്മളെ ഈ ഭൂമിയെ സൃഷ്ടിച്ചെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള വക തമ്പുരാൻ തന്നിരിക്കും. വാ കീറിയ തമ്പുരാൻ എര തരുമെന്ന് പറഞ്ഞ കണക്ക് പക്ഷികളെ പറ്റി ഇപ്പോൾ ഒരു ബൈബിളിലൂടെ പറയുന്നതെന്ന് തോന്നുന്നു. പക്ഷികൾ വിതച്ചിട്ടില്ല, അവർ രാവിലെ പ്രഭാതത്തിൽ വളരെ സന്തോഷത്തോടെ എഴുന്നേറ്റ് ലക്ഷ്യമില്ലാതെ പറന്നാണ് അവർക്ക് വേണ്ടതെല്ലാം നേടുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്ന് ജീവിക്കുന്നു അന്ന് മാത്രമേ നമുക്ക് സമാധാനം നേടാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആവലാതിയോടെ എഴുന്നേൽക്കാതിരിക്കുക, രാത്രി കിടക്കുമ്പോൾ ആവലാതികളോടെ കിടക്കാതിരിക്കുക. ദൈവമേ ഇന്ന് എങ്ങനെ മുന്നോട്ട് പോകും, അങ്ങനെയല്ല. ഇന്ന് എൻ്റെ ദൈവം എന്നെ നടത്തും, എൻ്റെ യോഗവും ക്ഷേമവും ദൈവം വഹിക്കും, അല്ലെങ്കിൽ ഭഗവാൻ വഹിക്കും എന്ന് പറഞ്ഞ് കട്ടിലേൽ നിന്ന് എഴുന്നേറ്റിട്ട് ഓരോ കാര്യങ്ങൾക്കും അപ്പോൾ മാത്രം ചിന്തിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ. ഇന്നിപ്പോൾ
ഇന്നിപ്പം നാളെ നമുക്ക് കറണ്ട് ചാർജ് അടയ്ക്കണം, നമുക്ക് ചിട്ടി പൈസ അടയ്ക്കണം, നമുക്ക് ലോൺ അടയ്ക്കണം, ഇങ്ങനെ പല കാര്യങ്ങളും. ഇന്നാണ് നമ്മൾ രാത്രി കിടക്കുമ്പോൾ നമ്മുടെ നെഞ്ചിൽ എൻ്റെ ദൈവമേ ആരോട് ചോദിക്കും, എൻ്റെ ദൈവമേ ഇത് നാളത്തെ ലോൺ അടഞ്ഞെത്തില്ല, നാളത്തെ ചിട്ടി അടയത്തില്ല, നാളെ എല്ലാവരും തെറി കേൾക്കണോ എല്ലാം കൊണ്ട് നിങ്ങൾ കിടന്നാൽ നാളെ നിങ്ങൾ അത് തന്നെ കേൾക്കും. അങ്ങനെയല്ല, എൻ്റെ ദൈവമേ നാളെ ആരോടെങ്കിലും ചോദിച്ചാൽ അവർ ഭഗവാൻ അല്ലെങ്കിൽ ദൈവം അവരുടെ ഉള്ളിൽ പ്രവർത്തിച്ച് അവരെന്നെ സഹായിക്കണേ, ദൈവം എന്നെ സഹായിക്കണേ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ദൈവം എന്നെ സഹായിക്കും, എനിക്കായിട്ട് ദൈവം എൻ്റെ യോഗവും ക്ഷേമവും വഹിക്കും, ദൈവം എന്നെ നടത്തും ദൈവം എന്ന് പറഞ്ഞ് നിങ്ങൾ സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങിക്ക്. തീർച്ചയായിട്ടും രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് ജോലിയെല്ലാം കഴിഞ്ഞ് എല്ലാത്തിനും ദൈവത്തോട് ദൈവമേ എന്നെ ഇങ്ങനെ നടത്തുന്നതിന് നന്ദി ദൈവമേ, പോസിറ്റീവ് ഊർജ്ജം വരികയാണ് നമ്മളിലേക്ക്. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ ഫോൺ എടുത്ത് ആരെങ്കിലും ചോദിച്ച് അവരെന്തിനെങ്കിലും വെച്ചിരിക്കുന്ന കാശാണെങ്കിലും നിങ്ങൾ ചോദിക്കുന്ന നിങ്ങളുടെ അവരുടെ നാവ് പൊന്തത്തില്ലെന്ന് പറയാൻ അവർ ഓട്ടോമാറ്റിക്കാണ് ഇന്നോളം ജീവിച്ച് എൻ്റെ ടെക്നിക്ക് നിങ്ങൾ പറഞ്ഞു തരുമോ, അവരൊക്കെ ഇരിപ്പുണ്ട് 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ജീവിച്ചിട്ടുണ്ട് ചക്കരകളെ. അത് കഴിയുമ്പോൾ അവർക്ക് കൊടുക്കണം. സിറ്റുവേഷൻ ജീവിതത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും മാർഗ്ഗത്തിൽ നമ്മളിലേക്ക് പണം വരും, നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളിലൂടെ പണം നമുക്ക് തിരിമറി. അതാണ് നമ്മൾ എന്തെങ്കിലും തൊഴിൽ ചെയ്യണമെന്ന് പറയാം, എന്തെങ്കിലും ജോലി തൊഴിൽ വരുമാനം നമ്മൾ ഉണ്ടാക്കി വെക്കുകയും നമുക്കിങ്ങനെ തിരിമറികളിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. സാമ്പത്തിക പ്രതിസന്ധികളില്ലാതെ ഈ ലോകത്ത് യൂസവലിക്ക് പോലും കാണും. ഓരോരുത്തരും അവനവൻ്റെ സാമ്പത്തിക ഒരു സെക്കൻഡേ എല്ലാവർക്കും ബുദ്ധിമുട്ട് കാണും. അവനവർ ബുദ്ധിമുട്ട് എന്നെ വിളിക്കുന്ന 100-ൽ 99 പേര് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവരാണ് വിളിക്കുന്നത്. എല്ലാവർക്കും ദുരഭിമാനം, അല്ലെ നാളെ ചെയ്യാം, ഞാൻ ചെയ്താൽ ശരിയാകുമോ, പിന്നെ പൈസ എവിടെ ഇരിക്കുന്നു, ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ടാണ് എൻ്റെ അടുത്തോട്ട് വരുന്നത്. ഇങ്ങനെയുള്ളവരൊന്നും മുന്നോട്ട് പോകാനുള്ളവരല്ല. ഈശ്വരനെ മാത്രം കൂട്ടുപിടിക്കുക. ഈ പ്രപഞ്ചത്തിലെല്ലാം ഉണ്ട്, കണ്ടെത്തുക. ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നത്, അതാണ് ഞാൻ പറയുന്നത്. എനിക്ക് എൻ്റെ അച്ഛൻ സമ്പാദിച്ചതോ അമ്മ സമ്പാദിച്ചതോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് സമ്പാദിച്ചതോ ഒന്നും കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്. ഈ ഭൂമിയിൽ ഭഗവാൻ എവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് നമ്മൾ കണ്ടെത്തുക. അതിൻ്റേതായ രീതിക്ക് അത് വന്നോളൂ. അതിന് നിരന്തരമായ പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. ഈ പറഞ്ഞ കണക്ക് മനസ്സാണ് എല്ലാത്തിൻ്റെയും മെയിൻ സംഭവം. മനസ്സ് താഴത്തോട്ട് പോയി മനസ്സിനെ ഉയർത്തി ചിന്തിക്കണം. നമ്മൾ എല്ലാം ഉണ്ടായിട്ടും ചിലരെ കണ്ടിട്ടില്ലേ, എല്ലാം ഉണ്ടായിട്ടും അവർ അത് പറയുന്നത് എന്താ പറയുക, ചൂട് ഭക്ഷണം കഴിക്കത്തില്ല, പഴകിയത് തന്നെ മതി അവർക്ക്, പഴഞ്ചോറും പഴങ്കഞ്ഞിയും തന്നെ മതി. അവരെ ഒരു വിഭാഗത്തിൽ പെടുത്തും നമ്മൾ, നല്ലതിനെ ഒരു വിഭാഗത്തിൽ പെടുത്തും. ഇപ്പോൾ സ്വാത്വിക ഗുണമെന്ന് പറഞ്ഞാൽ അവർ നല്ലതേ ചെയ്യൂ, നല്ലതേ കഴിക്കൂ, നല്ല എല്ലാം ഉണ്ട്, മനസ്സിലായി. നല്ല ഒരു നമുക്ക് ഉയർന്ന ജീവിതശൈലിയും മോശം ജീവിതശൈലിയും നമുക്ക് ജീവിതശൈലിയിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഉയർന്ന നിലയിൽ ജീവിക്കുന്ന ആളുകളുമായിട്ട് സഹവസിക്കുക, നല്ല ചിന്തകളുള്ളവർ. ഇപ്പോൾ ഇവിടെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇവിടെ എനിക്ക് കുറച്ച് കൂട്ടുകാർ പഴയ ഓൾഡായിട്ടുള്ളവരുണ്ട്. അവർ തികച്ചും വ്യത്യസ്തയായ സ്ത്രീയാണ്. ഞാൻ ഇഷ്ടംപോലെ പൈസയൊക്കെ ചിലവാക്കി ഇന്നല്ലേ പണ്ടേ പൈസ എങ്ങനെയും ഉണ്ടാക്കി എനിക്ക് നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, നല്ല ജീവിത സൗകര്യങ്ങൾ എല്ലാം എൻ്റെ മക്കളും എല്ലാം അങ്ങനെയാണ്. നല്ല ലൈഫ് സ്റ്റൈൽ എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പം എന്ന് വെച്ചാൽ ഞാൻ അവരെ എല്ലാം പഠിപ്പിച്ചിട്ട് ഇപ്പം ഞാൻ എൻ്റെ കൂടെ എനിക്കൊരു ജോലിക്കാരി പോലും വേണ്ട, ഞാൻ മാറുന്ന എൻ്റെ മകളാണ് കുക്ക്. ഇത്രയും പേർക്ക് ഞാൻ എങ്ങനെയല്ല 10-60 പേരൊക്കെ ഒരു ദിവസം ചോറ് കൊടുക്കണം. എനിക്ക് ചെയ്യാവുന്നത്ര ഞാൻ എടുക്കുന്നത്. അതെല്ലാം ഞാനില്ല, അമ്മുക്കുട്ടൻ അത് കൃത്യമായി ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഞാൻ അവളെ ആ ലെവലിലേക്ക് എൻ്റെ കണ്ട് നല്ല രീതിയിൽ വളർന്നു വന്നിരിക്കുന്നുണ്ട്. അതേപോലെ ഒപ്പിയെടുത്തിരിക്കുകയാണ്, മനസ്സിലായ. ആരോ വന്ന ആ സമയത്ത് അപ്പുറത്തെ തുണി തേക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇവിടെ അയൺ ചെയ്യാൻ. അപ്പോൾ അവരത് കൊണ്ടുവന്നിട്ട് അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തരാൻ വന്നതാണ്. അപ്പം അത് ഞാൻ മേടിച്ച് വെച്ച്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യമാണ്, നമുക്കെപ്പോഴും പ്രചോദനം തരുന്ന ചങ്ങാതിമാർ ആയിരിക്കണം കൂടുതൽ. നമ്മളെപ്പോഴും നെഗറ്റീവാക്കുകയും നമ്മുടെ കുറവുകൾ പൊക്കിക്കാണിക്കുകയും നമ്മുടെ ഇല്ലായ്മയെ ചൂണ്ടിക്കാണിച്ച് തരികയും ചെയ്യുന്നവർ വന്നാൽ നമ്മൾ നിലത്തോട്ട് നോക്കും, നമ്മൾ മേളിലോട്ട് നോക്കത്തില്ല. നമ്മൾ മേളിലോട്ട് നോക്കണം, മുന്നോട്ട് പോകാനുള്ള പാത നോക്കണം. നമ്മുടെ വഴികൾ നമ്മളുടെ ഉള്ളിലുണ്ട്, അത് കണ്ടുപിടിക്കണം. നമ്മുടെ ഊർജ്ജസ്വലത നശിക്കുന്ന ഒരു കാര്യം ചിന്തിക്കുക പോലും ചെയ്യരുത്. ഞാൻ പറഞ്ഞ കണക്ക് പക്ഷികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അവർ ജീവിക്കുന്നുണ്ട്, അവർ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അന്ന് പറഞ്ഞ കണക്ക് നമുക്കുള്ളതല്ല ഈ ഭൂമിയിൽ ഈശ്വരൻ തന്നിട്ടുണ്ട്. നമ്മൾ അത് കണ്ടെത്തുക, നമ്മളെപ്പോഴും പ്രവർത്തിക്കുക. നമുക്ക് കുറച്ച് കടവും സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉള്ളത് തന്നെയാണ് നല്ലത്. നമുക്ക് ജീവിതത്തിൻ്റെ സന്തോഷം അറിയാൻ പറ്റും.
നമുക്ക് ഞാൻ പറഞ്ഞത് ഒരു സുഖം ഒരു ദുഃഖമൊക്കെ ആയി ഇങ്ങനെ ഇടകലർന്ന് വരുമ്പോഴാണ് ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നത്. എപ്പോഴും സുഖം തന്നെയാണ്. എവിടെയെങ്കിലും കിടന്ന് തിന്ന് കുടിച്ച് കിടന്ന് എല്ലാം ഒന്ന് തിന്നാനും തോന്നത്തില്ല, കുളിക്കാനും തോന്നത്തില്ല, അലക്കാനും തോന്നത്തില്ല, മുന്നോട്ട് ഒരു പ്രവർത്തിക്കാൻ തോന്നത്തില്ല. എല്ലാം ഉണ്ടല്ലോ, ഒന്നും ആവശ്യമില്ല, ആർക്ക് വേണ്ടി എന്തിനു വേണ്ടിയും തോന്നും. അതല്ല, നമുക്ക് ബാധ്യതയും കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുക. അതിനെയൊന്നും നമ്മൾ എന്തെങ്കിലും ജീവിതത്തിൽ നിന്ന് പഠിക്കാനും നമുക്ക് അത് വീടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ഓട്ടവും സ്ട്രെയിൻ ചെയ്യലും ജോലി ചെയ്യലും പണം ഉണ്ടാക്കാനുള്ള ഓട്ടോ, ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സമയം കടന്നു പോകും, നമ്മൾ അറിയത്തില്ല. നമ്മൾ പോലും അറിയാതെ നമ്മൾ മുന്നോട്ട് പോയി നമ്മൾ നല്ലൊരു വിജയത്തിലെത്തും. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഒന്ന് വിജയിച്ച് വരുമ്പോൾ കുറേ നാൾ കഷ്ടപ്പെട്ടിട്ട് അശ്രാന്തം പരിശ്രമിച്ച് നമ്മൾ അവസാനം വിജയ പദത്തിലെത്തുമ്പോൾ നമ്മളോട് എല്ലാവർക്കും സ്നേഹവും ബഹുമാനവും ഇഷ്ടവും ഇങ്ങനെ എല്ലാവർക്കും നമ്മളൊരു അസൂയൊക്കെ തോന്നും. സ്വാഭാവികം. ഇതെല്ലാം അവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നമ്മൾ എന്തൊക്കെ താണ്ടി ഇവിടെ എത്തിയത് എന്ന് തോന്നുമ്പോൾ നമുക്ക് സ്വയം ഒരു സന്തോഷമൊക്കെ തോന്നും. അങ്ങനെ അതുകൊണ്ട് ഇച്ചിരി കടം വന്നാലും സാമ്പത്തിക പ്രതിസന്ധി വന്നാലും ഒരു കുടുംബ പ്രശ്നം എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളെ ഉണ്ടായാലും നിങ്ങൾ വിഷമിക്കേണ്ട. ഇതെല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് നമ്മുടെ പ്രവൃത്തി ഭയങ്കര ഊർജ്ജത വരെ. നമുക്കിപ്പോൾ ഒരു കടവും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് എന്തെങ്കിലും ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആക്റ്റീവാകും. ആക്റ്റീവാകാൻ ഈശ്വരൻ ഈ പ്രപഞ്ചം തന്നിരിക്കുന്നത് എന്തെങ്കിലും ചെറിയ ലുടുക്ക് വഴിയാണ്, ഒരു ലുടുക്ക് പരിപാടിയാണ്. അതൊന്നും നമ്മൾ വിചാരിക്കണം, അങ്ങനെ തന്നെയാണ്. അല്ലെ നമ്മൾ ആരും പണിയെടുക്കത്തില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കുത്തിയിരിക്കും, നമുക്കെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പണിയെടുക്കാൻ തോന്നുമോ? നമുക്ക് മുന്നോട്ട് പോകാനൊരു പ്രചോദനം ഒന്നും. ഈ കടം വീടാകുക എന്ന് പറയുന്നത് നമുക്കൊരു പ്രചോദനമായിട്ട് കരുതണം. എങ്ങനെയല്ലോ ജോലി കടം വിടണം, നാട്ടുകാരിൽ എന്ത് പറയും, അല്ലെങ്കിൽ വീട്ടുകാരെന്തോ അയൽക്കാരെന്തോ ആരും അറിയരുത്, ഇത് കടം വിടണം എന്നുള്ളൊരു മൈൻഡ്, അതൊരു നല്ല കാര്യം തന്നെയാണ്. കുറച്ചാളുകൂടെ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. റെസ്റ്റ് എടുത്ത് ആരിയ്ക്കുന്നു, അവരെന്തെങ്കിലും അറ്റാക്ക് വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്നാൽ പോകും. പണിയെടുക്കാതെ വെറുതെ ഒത്തിരി പേരെ എനിക്കറിയാം, ഒത്തിരി പേര്. എൻ്റെ സുമിത്രാമ്മയുടെ ഹസ്ബൻഡൊക്കെ നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ എനിക്ക് കുറേ പേരെ അറിയാം. പുള്ളിക്കാരൻ്റെ മകൾ ഗൾഫിലൊക്കെ പോയി വീടൊക്കെ വെച്ച് സാമ്പത്തികമായിട്ട് ഒരു അവരുടെ പരാധീനതകളൊക്കെ മാറി അവർ ചെറുതായി ഒന്ന് സെറ്റിലായി. അച്ഛനെ ജോലിക്കൊന്നും കൊണ്ട് പുള്ളിയെ റെസ്റ്റ് എടുപ്പിക്കുന്ന സമയത്താണ് പുള്ളി പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു പോയത്. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം, നമ്മൾ ഒരു ഷുഗറും കൊളസ്ട്രോളും ഒന്നും ഇല്ലാഞ്ഞ മനസ്സിന് പെട്ടെന്ന് അതെല്ലാം വന്ന് ഈ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരൻ കൂലി പണിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരൻ ഒരു അസുഖവും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പണി നിർത്തി പുള്ളിക്കാരനോട് സഹതാപം വിചാരിച്ച് റെസ്റ്റ് കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. എന്ന് പറയണക്ക് ഈ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അയ്യോ ഇത്ര വയസ്സായില്ല. ഇപ്പോൾ ബോബൻ ചേട്ടൻ ജോലിക്ക് പോയിരിക്കുന്ന വയസ്സായില്ലോട് ഇത്ര എന്തിന് മരിക്കുന്ന അന്ന് വരെ ജോലി ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ ചെയ്യാൻ തയ്യാറാണ്. എൻ്റെ മക്കൾക്ക് ഞാനതാ പ്രചോദനം കൊടുക്കുന്നത്. എൻ്റെ ഇളയ മോളും നന്നായിട്ട് ജോലി ചെയ്യും. അപ്പോൾ മൂത്തവളുടെ ഭർത്താവ് അതിന് സമ്മതിക്കാഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്കും അത് പറഞ്ഞു, നമ്മൾ മരിക്കുന്ന അന്ന് വരെ ജോലി ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്ത് ജോലിയെങ്കിലും ആട്ടെ, എന്തെങ്കിലും ബിസിനസ് ആട്ടെ, എന്തെങ്കിലും കാര്യമാട്ടെ, എന്ത് ജോലിയാണെങ്കിലും ചെയ്ത് ജീവിക്കുമ്പോൾ നമുക്ക് ബോറടിക്കത്തില്ല, നമുക്ക് പൈസയുടെ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, നമുക്കൊരു എനർജി ഉണ്ടാകും, നമുക്ക് മുന്നോട്ട് പോകാൻ തോന്നും. നമ്മളൊരു 10 രൂപ കടം ചോദിച്ചാൽ പോലും ആരെങ്കിലും തരും, വരുമാനം ഇല്ലാത്തവർക്ക് ആരെങ്കിലും തരുമോ? നമുക്കൊരു മുന്നോട്ട് പോകാൻ നമ്മൾ ആക്റ്റീവായിക്കൊണ്ടിരിക്കും. ഫുൾ ടൈം നമ്മുടെ മനസ്സും ശരീരവും ആക്റ്റീവായിരിക്കും. മനസ്സിലായേ? അപ്പം അതിനെ ഒരു ബുദ്ധിമുട്ടായിട്ട് വിചാരിക്കരുത്. അതിനൊരു അതായത് ഒരു ഭാരമായിട്ട് വിചാരിക്കരുത്. ജോലി ചെയ്യണം, അതിനൊരു ഉത്സാഹത്തോടു കൂടി ചെയ്യണം. നമ്മൾ ആസ്വദിച്ച് ചെയ്യണം, സന്തോഷത്തോടെ ചെയ്യണം. എനിക്ക് ദൈവം ആരോഗ്യം തന്നിട്ടുണ്ട്, ഞാൻ ജോലി ചെയ്ത് ജീവിക്കും, അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് ജീവിക്കും, അല്ല ഞാൻ എങ്ങനെയും ജീവിക്കും. ഇങ്ങനത്തെ ഒരു മൈൻഡ് വേണം നമുക്ക് സെറ്റാക്കി വെക്കാൻ. അപ്പോൾ ഒരു വിഷമം ഉണ്ടാകത്തില്ല. പിന്നെ നമ്മളെ കുറ്റം പറയുന്നവരെ, നമുക്ക് ഭാര വെക്കുന്നവരെ, പിന്നെ അങ്ങനെ നിനക്ക് വേണ്ടി അങ്ങനെ ചെയ്തിടി, അല്ല ഇങ്ങനെ ചെയ്ത്. ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ഈ വന്നിവിടെ ഇരുന്നു. ഒരു സുഹൃത്ത് നേരത്തെ മുതലേ ഉള്ളതും ഒരു സുഹൃത്ത് ഈ യൂട്യൂബ് കണ്ടു വന്നത്. അപ്പോൾ വേറൊരു സുഹൃത്തും യൂട്യൂബ് കണ്ടു വന്നത് ഇവിടെ വന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് വരുന്നവരൊക്കെ. അപ്പോൾ വന്നപ്പം അതിൽ വന്ന ഒരാൾ ഇച്ചിരി VIP ആയിട്ടുള്ള ഒരാളാണ്, മറ്റൊരു സാധാരണക്കാരൻ. അപ്പോൾ ആദ്യം മുതൽ എൻ്റെ സുഹൃത്തിന് അസ്വസ്ഥത വന്നിട്ട് പുള്ളിക്കാർ വയലൻ, നിനക്കിപ്പോൾ പഴയ കാശുള്ളവരെ കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹം, അല്ലെ തൊലി വെളുപ്പുള്ളവരെ കാണുമ്പോൾ പ്രത്യേക സ്നേഹം എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അവളിപ്പൊക്കെയാണ് ഇത്, ഞാൻ അന്തം വിട്ടിരിക്കുവാണ്. ഇതെന്തൊരു കളി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അപ്പം ഞാൻ ആ കിടന്നൊരു സ്റ്റൈലിൽ നിന്ന് കുറച്ചുകൂടെ ഇപ്പം ജനം എന്നെ അറിയുകയും നമ്മൾ പഴയ നമ്മുടെ ഒരു മോശം, നമ്മൾ വലഞ്ഞൊരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ വളരെ മുന്നിലേക്ക് വരികയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് അവൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ വന്നവർ ഇവളെ മൈൻഡ് ചെയ്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവൾക്കൊരു ദേഷ്യം പോലെ. അങ്ങനെ ഇപ്പം എന്നെ കാണാൻ വന്നൊരു വ്യക്തികൾ എൻ്റെ കൂട്ടുകാരെ മൈൻഡ് ചെയ്യണമെന്നില്ല. എൻ്റെ വീഡിയോ കണ്ട് എന്നോടൊരു സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നിയിട്ടാണ് അവരെന്നെ ഒന്ന് കാണാൻ വരുന്നത്, അല്ലെങ്കിൽ ഞാനൊരു സ്നേഹബന്ധം ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ളവർക്ക് അതേപോലെ വേണമെന്ന് പറയുമ്പോൾ അത് അവരുടെ അറിവില്ലായ്മയായിട്ടാണ് ഞാൻ കാണുന്നത്.
അല്ലേ അവർക്ക് ഇതുവരെ അവരെ പരിചയമില്ല. എന്നെ വീഡിയോയിൽ കണ്ട് എന്നോട് ഫോണിലൂടെ സംസാരിച്ചാണ് എൻ്റെ അടുത്ത് വീട്ടിൽ വരുന്നത്, എന്നെ കാണാനും എൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ, അല്ലെ എൻ്റെ കൂടെ ഒന്ന് പുറത്തു പോകാനൊക്കെ വീട്ടിൽ വരും. അതെനിക്കും ഞാൻ സമയം കൊടുക്കുന്നുണ്ട്. ചിലരെയൊക്കെ എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ സമയം കൊടുക്കും. പക്ഷേ എങ്കിൽ അത് ചിലപ്പോൾ എല്ലാ സമയത്തും അത് പ്രാവർത്തികമാകണമെന്നില്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ള ചിലർക്ക് പഴയ ആളുകൾക്ക് ഇത് കാണുമ്പോൾ ഒരു അസ്വസ്ഥത, മനസ്സിലായേ? അപ്പം ഞാനപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. ഞാനിങ്ങനെ വിഷമിച്ചു പോയി, ദൈവമേ, എനിക്ക് അവരെ കളയാൻ പറ്റുമോ ഇവരെ കളയാൻ പറ്റുമോ? ശരിയല്ലേ? നിങ്ങൾ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും കൂടി പറയും. ഇപ്പം നിങ്ങൾ എൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ എൻ്റെ പഴയൊരു കൂട്ടുകാരി ഇവിടെ ഇരിക്കുന്നു, അവൾ വയലൻ്റായ, എനിക്ക് നിങ്ങളെ കളയാൻ പറ്റുമോ അവളെ കളയാൻ പറ്റുമോ? ഒരു പ്രതിസന്ധി കിട്ടും, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയാം. ചില സമയത്ത് ഓർക്കും ഈ ഒരു ബന്ധങ്ങളും ആരുമായിട്ടും വേണ്ടെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നും. പിന്നെ ഞാൻ എൻ്റെ മനസ്സിന് എൻ്റെ ഭഗവാനെ ദൈവം ഇതൊക്കെ മറികടക്കാൻ എനിക്ക് പറ്റണേ, അവരും ഇവരും എല്ലാം ഒരു പ്രശ്നമില്ലാതെ എൻ്റെ അടുത്ത് എൻ്റെ ഒന്ന് പോണേ, പോസിറ്റീവായിട്ടിരിക്കണേ അവർ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായി? ഇവർക്കൊരു പക്ഷേ എന്നോടുള്ള സ്നേഹം കൂടുതലും കൊണ്ടായിരിക്കും ഇവരിങ്ങനെ പറയുന്നത്. പക്ഷേ അവർ വരുന്ന എന്തൊരു അവർ ഈ ആരാധന മൂത്ത് അല്ല സ്നേഹം മൂത്ത് എന്നോടുള്ള ഇഷ്ടം മൂത്ത് ഞാൻ കൊടുക്കുന്ന ഈ വൈബിന് വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. മനസ്സിലായി? ഇച്ചിരി സമയം സന്തോഷത്തോടെ ഇരിക്കാൻ വരുന്നത്. അപ്പം അവരുടെ അടുത്ത് മുഖം ചെയ്യാൻ പറ്റും എനിക്ക്. എൻ്റെ പഴയ കൂട്ടുകാരുണ്ട്, നിങ്ങളൊക്കെ പുതിയത് ഇന്നലെ വന്നവരാ, നിങ്ങളെയൊന്നും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് നിങ്ങളെയൊന്നും കാണട്ടെ എനിക്ക് പറയാൻ പറ്റുമോ? എല്ലാവരെയും എനിക്ക് വേണം, ഇല്ലേ? എന്ന് പറഞ്ഞൊക്കെ നമ്മൾ ഈ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മൾക്ക് എപ്പോഴും സപ്പോർട്ട് തരണം. നമ്മളെ ഇപ്പോൾ ഷൈനിയെ സംബന്ധിച്ചുള്ള ഷൈനിക്ക് എങ്ങൊന്നും സപ്പോർട്ട് കിട്ടാഞ്ഞതുകൊണ്ടാണ് ഷൈനി അതിലേക്ക് പോയത്, അങ്ങനൊരു കടും കൈ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നിങ്ങളും ഇനി ആരെങ്കിലും കൂട്ടുകാരൊക്കെ, ഇപ്പം ഞാൻ എത്രയോ പേര് എൻ്റെ മോള് മൂത്തവൾ അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞ് അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ അമ്മ ആൻറ്റി അമ്മയുടെ വീഡിയോ ഒരിക്കൽ കണ്ടിരുന്നെങ്കിൽ അവർ ഇതിന് മുതിരത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ കണക്ക് നമ്മുടെ രക്ഷ നമ്മുടെ കയ്യിലാണ്. അത് നമ്മുടെ രക്ഷയുടെ താക്കോൽ ഭർത്താവിൻ്റെ കയ്യിലും കൊടുക്കരുത്, നമ്മുടെ മാതാപിതാക്കളുടെ കയ്യിലും കൊടുക്കരുത്. നമുക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കാര്യം നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ പ്രസവിച്ച മക്കളെ, നമ്മൾ ജനിപ്പിച്ച മക്കളെ നമ്മുടെ ഭർത്താവ് നോക്കിയില്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനുള്ളതെല്ലാം ഈ ഭൂമിയിലുണ്ട്. അത് കണ്ടെത്താൻ നമ്മൾ ആഞ്ഞൊന്ന് പരിശ്രമിക്കണമെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന സഹോദരിയോ അനിയത്തിയോ പെങ്ങളോ കൂട്ടുകാരിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ ബന്ധുമിത്രാദികളാണെങ്കിൽ പോലും നമ്മൾ അവരെ ഒരിക്കലും തള്ളിക്കളയില്ല. അവർക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗത്തിലേക്ക് തിരിച്ചുവിടാൻ മാനസികമായും സാമ്പത്തികമായും മാനസിക സപ്പോർട്ട് കൊടുക്കാനേ ഉള്ളെങ്കിൽ അത് കൊടുക്കണം, സാമ്പത്തികമായി സപ്പോർട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കണം. അപ്പോൾ അവരെ തള്ളിക്കളയരുത്. ഇനിയും ഷൈനിമാർ ഇവിടെ ഉണ്ട്, ഇല്ലേ? ഇതുപോലെ ഞാനപ്പോൾ വേറൊരു അനുഭവം കൂടെ പറയാം. ഞാൻ എൻ്റെ അമ്മക്കുട്ടൻ്റെ ഒരു 5 വയസ്സ് പ്രായത്തിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ് എക്സുമായിട്ട് പിണങ്ങി നിൽക്കുന്ന സമയത്ത് മാനസികമായിട്ട് തകർന്നിരിക്കുവാണ്. അപ്പം ഞാൻ ഇതേപോലെ ട്രെയിനിൽ ഇങ്ങനെ എൻ്റെ അമ്മക്കുട്ടനെ വലിച്ചുകൊണ്ട് ഞാൻ ഓടി, നമുക്ക് പോകാൻ രാത്രി റെയിൽവേ പാളത്തിൽ പോയി ട്രെയിൻ അങ്ങന്ന് വരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എനിക്ക് ജീവിക്കണം, അമ്മ എനിക്ക് ജീവിക്കണം, അയ്യോ ഞാനിപ്പോൾ ചാകുന്നില്ല അമ്മ വേണേ ചത്തത് കൊണ്ട് ഓടിക്കളഞ്ഞ്, ഞാൻ ജീവിതത്തിൽ അത് മറക്കത്തില്ല. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ അത് ഓർത്തായിരുന്നു. അപ്പോൾ എനിക്കൊരു ചിരിയാണ് അമ്മൂനെ ഓർത്ത് വന്നത്. അപ്പം ഞാനും മാറിയിട്ട് അമ്മ പോയി അങ്ങനെ കരച്ചില്ല. അപ്പം 2-3 ചേട്ടന്മാരൊരു രാത്രി സമയത്ത് 8-9 മണിയായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ 2-3 ചേട്ടന്മാരോടെ പോട്ടെ, എന്താ മോളെ, അയ്യോ ഇല്ല അമ്മ ട്രെയിനിൽ കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നും അത് മറക്കത്തില്ല. അതുകൊണ്ടൊക്കെ നമുക്കൊരു പെട്ടെന്ന് തോന്നുന്നൊരു ബുദ്ധിശൂന്യതയാണ്, ആരുമില്ലെന്ന് തോന്നുമ്പോൾ സങ്കടക്കടൽ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് ആശ്രയിക്കാനൊരു നല്ല കൂട്ടുകാരി ഇല്ലായിരുന്നായിരിക്കും. ഇവർ സാമ്പത്തികമായിട്ട് തകർന്ന് എല്ലാവരും ഉപേക്ഷിച്ച് പെട്ടെന്ന് നിൽക്കുമ്പോൾ ചിലർ കൂട്ടുകാർ പോലും സപ്പോർട്ട് കൊടുക്കത്തില്ല. പിന്നെ മാതാപിതാക്കൾ ഇങ്ങനത്തെ ക്രൂരന്മാരാണ്. പിന്നെ പറയണ്ട, സഹോദരങ്ങളും അവർ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത വീട്ടിലെ പെണ്ണൊന്നും ഇല്ലല്ലോ. അവിടെ സഹോദരങ്ങളൊക്കെ അല്ലേ ഗൾഫിലും അമേരിക്കയിലൊക്കെ ആയിട്ടുള്ളവരുണ്ടായിരുന്നല്ലോ. അവരും ഒക്കെ മനസാക്ഷി ഇല്ലാത്തവരാണ്. ഇത്രയും പൊക്കത്തി ബൈബിളൊക്കെ വെച്ച് ഭയങ്കര പ്രാർത്ഥനയുള്ളവരായിരിക്കും. പക്ഷേ ഈ ചങ്കിനകത്ത് അവർക്ക് ധനമില്ലാത്തത് കൊണ്ടാണ്. വേറെയൊക്കെ ധനമില്ലാട്ടല്ല, ഇവിടെ ധനം വേണം. നമുക്ക് വലിയ വീടോ ബംഗ്ലാവോ കാറോ എല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. ഈ ചങ്കിൽ ധനമില്ലെങ്കിൽ അങ്ങനത്തുള്ള വീട്ടുകാരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായ? അപ്പം വേണ്ടത് നമുക്ക് മാനസികമായി സപ്പോർട്ട് തരുന്നവരാണ് ആദ്യം. നമുക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങളാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പലതും കാണും. നമുക്ക് പല സുഹൃത്ത് ബന്ധങ്ങളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മളെപ്പറ്റി പറയുന്നതും അത് പറഞ്ഞ് ഇത് പറഞ്ഞ് നമ്മൾ അതിലൊന്നും ചെവി കൊടുക്കരുത്. നമ്മൾ വളർച്ചയെ മുരടിപ്പിക്കും. ഈ ചെവി കണ്ട് കേട്ടിട്ട് ഈ ചെവി കൂടെ കളയുക. അപ്പോൾ എന്നെപ്പറ്റി ഇങ്ങനെ ഓരോരുത്തരും അത് പറഞ്ഞ് ഇത് പറഞ്ഞ് സിംഗുവിൻ്റെ കൂടെയുള്ളവർ തന്നെ സിംഗു എന്തുകൊണ്ട് സിംഗു പിന്നെ അവരെ സഹകരിപ്പിക്കുന്ന എനിക്കറിയാഞ്ഞിട്ടല്ല.
ഞാനത് അവരുടെ അറിവില്ലായ്മയായിട്ട് വിചാരിച്ചിരിക്കും. ഞാനത് വിട്ടേക്കും, പോട്ടെ എന്ന് പറഞ്ഞ്. അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ അവിടെ കിടന്നു പോകും. അതേക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചു, ഇവരെന്നെ ഇങ്ങനെ ചെയ്തോ, ഇവരെന്നെക്കുറിച്ച് ഇത് പറഞ്ഞാൽ എന്ന് ഇങ്ങനൊരു മനസ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും, കാണേണ്ടി വരും. എത്രയോ ആ മഞ്ജു വാര്യരെയൊക്കെ പറ്റി പറഞ്ഞ് കേട്ടിട്ടില്ലേ, ഒരുപാട് നടന്മാരൊക്കെ പറ്റിയൊക്കെ പറഞ്ഞ് കേട്ടില്ലേ. അവരാരും ഇതിനൊന്നും ചെവി കൊടുക്കത്തില്ല. ഇങ്ങനെയുള്ള കമൻറ്റുകളിലേക്ക് പോലും നോക്കത്തില്ല. മോശം കമൻറ്റ് വന്നാൽ അതിലേക്ക് പോലും നോക്കത്തില്ല. അതൊക്കെ കൊണ്ടാണ് അങ്ങനെയുള്ളവരെ വിജയത്തിൽ എത്തത്തുള്ളൂ. നമ്മൾ ഇതിനൊന്നും ചെവി കൊടുക്കരുത്. നമ്മളെ കൂടെ കൂടുതൽ നല്ലവരാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യാൻ ചെറുതായിട്ടൊന്ന് ശ്രമിക്കണം. ചിലർ എത്ര സെലക്ട് ചെയ്താലും നമുക്ക് ചിലവരെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ ചിലർ എന്നാലും നമ്മൾ അനുഭവങ്ങളിൽ നിന്ന് കുറച്ച് മനസ്സിലാക്കി കുറച്ചൊരു ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് നമ്മൾ ഒരു ചെറിയൊരു അകലമൊക്കെ പാലിക്കാം. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഏറ്റവും വലുത് പിന്നെ നമ്മുടെ ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മുടെ ചിന്തകൾ താഴ്ത്തോട്ട് കൊണ്ടുപോകരുത്. എന്താണ് വഴിയെന്നുള്ളത് ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്. അതിനെ കണ്ടെത്താൻ നമ്മൾ നല്ല പ്രാർത്ഥനയും നല്ല പക്കയായിട്ടുള്ള ദൈവവിശ്വാസവും നല്ല വിശ്വാസം വേണം. നമ്മൾ രക്ഷപ്പെടും, നമ്മൾ ഒരു പാപവും ചെയ്തിട്ടില്ല, നമ്മൾ നശിക്കത്തില്ല, നമ്മൾ രക്ഷപ്പെടുമെന്ന് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കൊരു വഴി ഈശ്വരൻ തുറന്നു തരും എന്നുള്ളൊരു ചിന്ത ഉറപ്പായിട്ടുള്ളവർക്ക് വഴി തുറന്നിരിക്കും. അത് ഉറപ്പായ കാര്യമാണ്, ഉറപ്പാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ദൈവമേ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ താഴോട്ട് പോകും. എൻ്റെ കൂടെ ദൈവമുണ്ട്, എന്നെ രക്ഷിക്കും. ഈ പ്രപഞ്ചത്തിൽ എനിക്ക് വേണ്ടതെല്ലാമുണ്ട്. ഞാനിത് കണ്ടെത്തും, ഞാൻ ജീവിക്കും, പിന്നെ ഞാൻ സ്വന്തം കാലിൽ നിൽക്കും, ഞാനൊരു ബിസിനസ് ചെയ്യും, എൻ്റെ മക്കളെ നോക്കും, ഞാൻ നന്നായി ജീവിക്കും, ഞാൻ മുന്നോട്ട് പോകും. ആരില്ലെങ്കിലും ഈശ്വരൻ എൻ്റെ കൂടെ, ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ കൂടെയുണ്ട്, ഞാൻ രക്ഷപ്പെടും എന്ന് നിങ്ങളൊന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ജീവിക്കാനായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യൂ. നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കൂ. അവിടെ ഇരിപ്പുണ്ട് സംഭവം. നിങ്ങളുടെ ഉള്ളിലുണ്ട് എല്ലാത്തിനും ഉത്തരം കേട്ടോ. ഭർത്താവിനെയും അതുപോലെ നമ്മൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ജോലി നോക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ താക്കോല് ഭർത്താവിനും മാതാപിതാക്കൾക്കും പ്രായപൂർത്തിയായ കൊടുക്കരുത്. അതിൻ്റെ കടിഞ്ഞാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൻ നമ്മുടെ കയ്യിൽ തന്നെയാണ്. മറ്റുള്ളവരെ ആശ്രയിക്കുക, ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് വേദനയും ആഘാതവും ഒക്കെ ഉണ്ടാകുന്നത് കേട്ടോ. ആരെയും അളവിൽ കവിഞ്ഞ് ആശ്രയിക്കരുത്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരാളെ, മക്കളെയും ഭർത്താവിനെയും മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും ഒന്നും ഒരളവിൻ്റെ അപ്പുറത്തേക്ക് ആശ്രയിക്കരുത്. ഓക്കെ, ടാറ്റ, ബൈ ബൈ.